വളർച്ചയ്ക്കും വികാസത്തിനും മാത്രമല്ല, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായാലും ദഹനത്തെ പ്രോത്സാഹിപ്പിക്കാനായാലും പ്രമേഹ രോഗത്തെ ചെറുക്കാനും ഒക്കെ സഹായിക്കുന്ന ആവശ്യ പോഷക ഘടകങ്ങളുടെയും ബയോ ആക്റ്റീവ് സംയുക്തങ്ങളുടെയും ഒക്കെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഉറവിടമാണ് കൂവപ്പൊടി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിനെ ആരോ റൂട്ട് എന്ന് പറയും. സംസ്കൃതത്തിലെ തവക്ഷീര എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. വളരെ പൊടി കുഞ്ഞുങ്ങൾക്ക് മുതൽ നമുക്ക് പ്രായമുള്ളവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇത് കിഴങ്ങ് പുഴുങ്ങിയിട്ടൊന്നും കൊടുക്കരുത്. ഇത് വളരെ നല്ല രീതിയിൽ ശുദ്ധി ചെയ്തെടുത്തിരിക്കുന്ന ആ പൗഡർ കുറുക്കി കൊടുക്കുന്ന രീതിയാണ് ഏറ്റവും നല്ലത്. ഇത് ഇവരുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കായാലും അല്ലെങ്കിൽ ആ ഊർജ്ജസ്വലതയ്ക്കായാലും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. ഇതൊരു ഭക്ഷണമായിട്ടും മരുന്നായിട്ടും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. തുകക്ഷീരി ഹിമാസ്വാതി ബല്യ വൃഷ്യാച ബ്രഹ്മണി എന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു റെഫറൻസ് ആണിത്. ഇത് വളരെ കൂളായിട്ടുള്ള ഒരു പൊട്ടൻസികൾ, ശരീരത്തിന് തണുപ്പേകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ചില കണ്ടീഷൻസിൽ ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരുന്ന ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മൂത്രക്കടച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തോ വളരെ ചൂട് കൂടിയിരിക്കുന്ന കാലാവസ്ഥയിലോ ഒക്കെ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറുവേദനയുണ്ടല്ലോ, സ്കാൻ ചെയ്ത് നോക്കിയാൽ പോലും ഒരു കാരണവും കണ്ടെത്താൻ കഴിയാതെ അവർക്ക് ഇടയ്ക്കുണ്ടാവുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അത് കുറുക്കി കൊടുക്കുമ്പോൾ നല്ല ആശ്വാസം കാണാറുണ്ട്. അതുപോലെ ഉണ്ടാവുന്ന ചില ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു 3 ഗ്രാം വീതമൊക്കെ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുറുക്കിയോ കലക്കിയോ ഒക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ജനന വൈകല്യങ്ങളൊക്കെ തടയുന്നതിനും അതുപോലെ DNA രൂപപ്പെടുന്നതിനും ഒക്കെ ഗർഭാവസ്ഥയിൽ അത്യാവശ്യമായിട്ടുള്ള ഫോളേറ്റ്, വൈറ്റമിൻ ഒക്കെ നൽകുന്നതിനും ഒക്കെ ഇത് വളരെ സഹായകരമായിട്ടുള്ള ഒന്നാണ്. ടാൽക്കം പൗഡറിലൊക്കെ തന്നെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതായിട്ട് മുൻപൊക്കെ സ്മോൾ പോക്സിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പം ചർമ്മ പ്രശ്നങ്ങളിൽ ഉപയോഗിച്ച് വന്നിരുന്നു. അപ്പോൾ ചർമ്മത്തിലുണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും കൂടെ സ്കിന്നിനെ ഹെൽത്തി ആക്കാൻ വെക്കാൻ നല്ല ഒരു ഓപ്ഷനാണ്. 5 ഗ്രാം കൂവപ്പൊടി നമുക്ക് ഒരു ഗ്ലാസ് പാലിൽ കുറുക്കി മധുരം ആവശ്യമെങ്കിൽ ചേർത്ത് കഴിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നല്ലതാണ്. അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് റിഫ്ലക്സ്, ഇപ്പം മൂത്രക്കിടച്ചിലിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളവർ, പനിയുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് കൂട്ടാൻ, സ്റ്റാമിന കൂട്ടാൻ സഹായിക്കുന്ന രീതിയിലൊക്കെ തന്നെ ഈ പാലിൽ കുറുക്കി കഴിക്കുന്നതാണ് അതിന് ഏറ്റവും ഉത്തമം. ഇനി നെക്സ്റ്റ് ഒരു വഴി എന്ന് പറയുന്നത്, നമുക്ക് ചുമ വന്നിട്ടുണ്ടെങ്കിലും വിട്ടുമാറാത്ത കോൾഡ് ബുദ്ധിമുട്ടുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ അതിൽ നമുക്കൊരു 3 ഗ്രാം കൂവപ്പൊടി അല്പം തേനും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അയൺ കണ്ടന്റ് ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വിളർച്ച അല്ലെങ്കിൽ അനീമിയയുള്ള കേസിലൊക്കെ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും.